ഹായ് എവരിവൺ, നമ്മളിപ്പോൾ ഇന്ന് അൺബോക്സ് ചെയ്യാൻ പോകുന്നത് MI Band 5 ആണ്. നമ്മൾ കഴിഞ്ഞ ദിവസം ആമസോൺ ഗ്രേറ്റ് ഇന്ത്യൻ സെയിൽ വന്നപ്പോൾ ഓർഡർ ചെയ്തതാണ്. ആമസോണിൽ നമുക്കിത് 2400 രൂപയ്ക്കാണ് കിട്ടിയത്. ഇതിൻ്റെ മാക്സിമം പ്രൈസ് എന്ന് പറയുന്നത് 2500 ആണ്. അപ്പോൾ നമുക്ക് ഇന്നാണ് ഇത് ഡെലിവർ ആയത്. അപ്പോൾ ബാൻഡ് 5 xiaomi Mi Band 5 നമുക്കൊന്ന് അൺബോക്സ് ചെയ്യാം. ഇതാണ് നമുക്ക് Mi Band 5 വരുന്നത്. xiaomi Mi സ്മാർട്ട് ബാൻഡ് 5. ഇതിൻ്റെ ബില്ലും കാര്യങ്ങളൊക്കെയാണ്. നമുക്ക് കിട്ടിയത് 2398 ആ പ്രൈസിനാണ് നമുക്ക് ആമസോണിലെ സെയിലിൽ കിട്ടിയത്. ഇതിൻ്റെ മാക്സിമം പ്രൈസ് വരുന്നത് MRP ഇവർ കൊടുത്തിരിക്കുന്നത് 2999 ആണ്. എന്നാലും xiaomiയുടെ സൈറ്റിൽ 2500 ഇത് കൊടുക്കുന്നത്. അപ്പോൾ xiaomi Mi സ്മാർട്ട് ബാൻഡ് 5 എന്തൊക്കെയാണ് കൊടുത്തിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഫിറ്റ്നസ് ട്രാക്കർ, റിസ്റ്റ് ബാൻഡ്, ചാർജിങ് കേബിൾ, യൂസർ പാനൽ. ഇതാണ് നമ്മുടെ ബാൻഡ് വരുന്നത്. കൊടുക്കുന്നത് ലാംഗ്വേജ് സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇംഗ്ലീഷും ചൈനീസാണ് കൊടുക്കുന്നത്. ഇംഗ്ലീഷ് സെലക്ട് ചെയ്യാൻ. ഓക്കെ, ബാൻഡിൽ വേറെ എന്തൊക്കെ കൊടുത്തിട്ടുണ്ടെന്നുള്ളത് നമുക്ക് നോക്കാം. തൽക്കാലം നമുക്ക് എന്തൊക്കെയാണ് ബോക്സിൽ കൊടുത്തിരിക്കുന്നത്. ബോക്സിൽ നമുക്ക് ഈ സൈഡിൽ വരുന്നൊരു യൂസർ മാനുവലാണ്. നമ്മൾ പെട്ടെന്നൊന്നും എടുത്തു നോക്കാൻ ചാൻസ് ഇല്ലാത്തൊരു സാധനമാണ്. പിന്നെ നമുക്കൊരു മാഗ്നറ്റിക് ചാർജിങ് കേബിൾ വന്നിട്ടുണ്ട്. അത് USB ആണ്. ബാൻഡ് 4 വന്നിട്ടിരുന്നപ്പോൾ നമുക്ക് ഇതിൻ്റെ സ്ട്രാപ്പിൽ നിന്ന് ഈ ട്രാക്കർ എടുത്തിട്ട് വേണമായിരുന്നു ചാർജ് ചെയ്യാനായിട്ട്. 5 വന്നപ്പോൾ ഇത് മാഗ്നറ്റിക് ആണ്. സോ നമുക്ക് ഇതെങ്ങനെയാണ് ഫിക്സ് ചെയ്യുന്നതെന്ന് നോക്കാം. xiaomi ഇത്തവണ കൊണ്ടുവന്നിരിക്കുന്നത് മാഗ്നറ്റിക്. നമ്മൾ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ വെച്ചാൽ മതി. ഓട്ടോമാറ്റിക്കായിട്ട് ഇതിങ്ങനെ മാഗ്നറ്റ്സ് ഉള്ളതുകൊണ്ട് ഓട്ടോമാറ്റിക്കായിട്ട് ഇങ്ങനെ പ്ലഗ് ഇൻ ആയിക്കോളും. അത് വളരെ നല്ലൊരു കാര്യമാണ്. നേരത്തെ നമുക്ക് ബാൻഡിൽ ഈ ഫിറ്റ്നസ് ട്രാക്കർ എടുത്തിട്ട് വേണമായിരുന്നു ചാർജ് ചെയ്യാനായിട്ട്. അതിനുശേഷം നമ്മൾ ജസ്റ്റ് പ്ലഗ് ചെയ്ത് കഴിഞ്ഞാൽ ലാപ്ടോപ്പിലോ അല്ലെങ്കിൽ പവർ ബാങ്കിലോ എവിടെയെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ ചാർജ് എടുക്കുള്ളൂ. ഇതിലൊട്ടും തന്നെ ചാർജ് ഇല്ലാത്തതുകൊണ്ട് നമുക്ക് ഇപ്പം തന്നെ യൂസ് ചെയ്യാൻ പറ്റുന്നില്ല. നമുക്ക് കുറച്ച് നേരം ചാർജ് ചെയ്തിട്ട് എങ്ങനെയുണ്ടെന്ന് നോക്കാം. ബാക്കി കാര്യങ്ങളും ക്വാളിറ്റീസും കാര്യങ്ങളൊക്കെ നല്ലതാണ്. ഇതിൻ്റെ ബാൻഡ് കാര്യങ്ങളൊക്കെ അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ളതായിട്ട് തന്നെയാണ് നമുക്ക് തോന്നുന്നത്. xiaomiയുടെ Mi Band 5 പുതിയതായിട്ട് വന്നിരിക്കുന്നത് 1.1 ഇഞ്ച് AMOLED കളർ ഡിസ്പ്ലേയിലാണ് വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ മാഗ്നറ്റിക് ചാർജിങ് ആണ് ഇപ്പോൾ Mi Band 5 എത്തിയിരിക്കുന്നത്. പിന്നെ 50 മീറ്റർ വാട്ടർ റെസിസ്റ്റൻസ് ഉണ്ട്. 2 വീക്സ് ആണ് xiaomi ഇതിന് ബാറ്ററി ലൈഫ് പറയുന്നത്. നമ്മൾ പവർ സേവിങ് മോഡിൽ യൂസ് ചെയ്യുകയാണെങ്കിൽ 3 വീക്സ് വരെ കിട്ടുന്നുണ്ടെന്നാണ് പറഞ്ഞത്. പിന്നെ ഒരു PAI, അതായത് പേഴ്സണൽ ആക്ടിവിറ്റി ഇൻ്റലിജൻസ് എന്ന് പറയുന്ന ഒരു കാര്യം വന്നിട്ടുണ്ട്. പിന്നെ ഒരു 11 നമുക്ക് വർക്കൗട്ട് മോഡ്സുകൾ വന്നിട്ടുണ്ട്. നേരത്തെ ഉണ്ടായിരുന്ന ബാൻഡ് 4 കൂടുതലായിട്ട് ഇത്തവണ 11 വർക്കൗട്ട് മോഡ്സ് വന്നിട്ടുണ്ട്. അതിൽ ഇൻഡോർ ആയിട്ടുള്ളതും വന്നിട്ടുണ്ട്, ഔട്ട്ഡോർ ആയിട്ടുള്ളതും വന്നിട്ടുണ്ട്.
പിന്നെ Mi Band 5 ഇത്തവണ വന്നിരിക്കുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വുമൺ ഹെൽത്ത് ട്രാക്കിംഗ് ആണ് വന്നിരിക്കുന്നത്. പിന്നെ കഴിഞ്ഞ Mi Band 4 കൂടുതലായിട്ട് അക്യുറസി കൂട്ടിയിട്ടുള്ള ഹാർട്ട് റേറ്റ് സെൻസറും സ്ലീപ്പ് മോണിറ്ററും വന്നിട്ടുണ്ട്. Mi Band 5 നമുക്ക് 5 കളർ ഓപ്ഷൻസിലാണ് കിട്ടുന്നത്. ഒന്ന് ബ്ലാക്ക്, ഈ കാണുന്നതാണ് നമുക്ക് സ്റ്റാൻഡേർഡായിട്ട് കിട്ടുന്ന ബ്ലാക്ക്. പിന്നെ ടീൽ എന്ന് പറഞ്ഞിട്ടൊരു കളർ വരുന്നുണ്ട്. പിന്നെ പർപ്പിൾ വരുന്നുണ്ട്, നേവി ബ്ലൂ വരുന്നുണ്ട്, ഓറഞ്ച് വരുന്നുണ്ട്. ഷവോമിയുടെ തന്നെ Mi Fit ആപ്പ് ആണ് നമ്മളിത് പെയർ ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്നത്. നമുക്ക് ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ കയറിയിട്ട് ഷവോമിയുടെ Mi Fit ആപ്പ് ഡൗൺലോഡ് ചെയ്താലാണ് ഇത് പെയർ ചെയ്ത് യൂസ് ചെയ്യാൻ പറ്റുന്നത്. Band 5 ബ്ലൂടൂത്ത് 5.0 ആണ് വരുന്നത്. അതുപോലെ തന്നെ Mi Band 5 ബാറ്ററി കപ്പാസിറ്റി വരുന്നത് 125 mAh ആണ്. നോർമലായിട്ടുള്ള ചാർജിങ് ടൈം അവർ പറയുന്നത് 2 hour. അതുപോലെ തന്നെ നോർമൽ യൂസേജിൽ ചാർജ് നിൽക്കുന്നത് 3 ആഴ്ചയാണ്. Mi Band 4 കൂടുതലായിട്ടുള്ള വാച്ച് ഫേസസ് നമുക്ക് ഇത്തവണ വന്നിട്ടുണ്ട്. കസ്റ്റമായിട്ടുള്ള വാച്ച് ഫേസസ് യൂസ് ചെയ്യാമെന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത്. അതുപോലെ തന്നെ മ്യൂസിക് കൺട്രോൾ, ക്യാമറ കൺട്രോൾ, ഫോൺ അൺലോക്ക് ചെയ്യാം. അതുപോലെ തന്നെ ഫോൺ ലൊക്കേഷൻ കണ്ടുപിടിക്കാം. നോട്ടിഫിക്കേഷൻസ് ആയിട്ടുള്ള വാട്സപ്പ്, മെസ്സേജസ് തുടങ്ങിയ നോട്ടിഫിക്കേഷൻസ് നമുക്ക് ഈ സ്ക്രീനിൽ ലഭിക്കുന്നതാണ്. അതുപോലെ തന്നെ വെതർ ഫോർകാസ്റ്റ് നമുക്ക് Mi Band 5 കിട്ടുന്നതാണ്. നമുക്ക് ഈ Mi Band 5 പെയർ ചെയ്യാനായിട്ട് ഷവോമിയുടെ തന്നെ ഒരു ആപ്പ് ഉണ്ട്, Mi Fit എന്ന് പറഞ്ഞിട്ട്. അത് നമുക്ക് ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ കയറി കഴിഞ്ഞാൽ ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. നമ്മൾ ഡൗൺലോഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. MI അക്കൗണ്ട് വെച്ച് സൈൻ ഇൻ ചെയ്യണമെന്നാണ് Mi Fit ആപ്പ് ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞിട്ട് തന്നെ കാണിക്കുന്നത്. നമുക്ക് MI അക്കൗണ്ടോ അല്ലെങ്കിൽ ഫേസ്ബുക്ക് അക്കൗണ്ടോ ഗൂഗിൾ അക്കൗണ്ടോ യൂസ് ചെയ്യാം. MI അക്കൗണ്ട് കൂടുതൽ സമയം എടുക്കുന്നുണ്ട്. നമുക്ക് ഗൂഗിൾ അക്കൗണ്ട് ഒന്ന് ട്രൈ ചെയ്തോ. ഗൂഗിൾ അക്കൗണ്ട് സൈൻ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ലൊക്കേഷൻ ചോദിക്കും. ലൊക്കേഷൻ നമ്മൾ ഇന്ത്യ കൊടുത്ത് കഴിയുമ്പോൾ ഒരു എഗ്രിമെൻറ്റ് പോളിസി കാര്യങ്ങളൊക്കെ ചോദിക്കും. നമ്മൾ ഓക്കെ കൊടുത്ത് കഴിയുമ്പോൾ പിന്നെ വരുന്ന പേജ് ഇതാണ്. അതിൽ നമ്മൾ ജെൻഡർ സെലക്ട് ചെയ്യാം, ഡേറ്റ് ഓഫ് ബർത്ത് സെലക്ട് ചെയ്യാം. അതുപോലെ തന്നെ നമ്മുടെ ഹൈറ്റ് സെൻറ്റിമീറ്റേഴ്സിലാണ് ചോദിക്കുന്നത്. നമ്മുടെ ഏകദേശം വെയിറ്റ്. അത് കഴിഞ്ഞിട്ട് നമ്മൾ ആക്ടിവിറ്റി ഗോൾ സെറ്റ് ചെയ്യാൻ പറയും അവർ. നമ്മൾ ഏതെങ്കിലും ഒരെണ്ണം സെറ്റ് ചെയ്യാം. പിന്നീട് നമുക്കത് ചേഞ്ച് ചെയ്യാൻ പറ്റും. അത് സക്സസ്ഫുള്ളി സേവ് ആയി കഴിയുമ്പോൾ ഡൺ അടിക്കുക. അത് കഴിഞ്ഞിട്ട് കൗണ്ട് സ്റ്റെപ്സ് യൂസിങ് ഫോൺ എന്ന് പറഞ്ഞിട്ട് കാണിക്കും. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഫോട്ടോസ് മീഡിയ ആക്സസ് കൊടുക്കുക, എല്ലാം കൊടുക്കുക. ഇനിയാണ് നമ്മൾ ചെയ്യേണ്ടത്, നമ്മുടെ ബാൻഡുമായിട്ട് നമ്മുടെ ഈ ആപ്പൊന്ന് പെയർ ചെയ്യണം. പെയർ വിത്ത് ഫോൺ പോയിട്ട് നമ്മുടെ ബാൻഡിലൊരു ഇത് വരും. നമ്മളെ ഓക്കെ കൊടുക്കുക. പെയറിങ് സക്സസ്ഫുള്ളി. അപ്പോൾ നമ്മുടെ ബാൻഡ് പെയറായി കഴിഞ്ഞ് അതിൻ്റെ അത് പിന്നെ നമുക്ക് ബാൻഡിലെ ഡിസ്പ്ലേസും ഡിസൈൻസൊക്കെ മാറ്റാൻ പറ്റും. കസ്റ്റമൈസ് ചെയ്യാൻ പറ്റും ഷോർട്ട്കട്ട്സ് എല്ലാം. പിന്നെ റിമോട്ട് ഷൂട്ടിങ്, ക്യാമറയുടെ ബട്ടൺ നമുക്ക് ബാൻഡ് വഴി യൂസ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ആക്ടിവിറ്റി ട്രാക്കിംഗ്, സ്ട്രെസ് മോണിറ്റർ, ഇവ കാര്യങ്ങളെല്ലാം കിട്ടുന്നതാണ്. ഷവോമി ബാൻഡ് 5 മെയിനായിട്ട് വരുന്നത് സ്റ്റാറ്റസ്, പിന്നെ PI പേഴ്സണൽ ആക്ടിവിറ്റി ഇൻ്റലിജൻസ് എന്ന് പറഞ്ഞിട്ട്, പിന്നെ ഹാർട്ട് റേറ്റ് മോണിറ്റർ, പിന്നെ നമുക്ക് നോട്ടിഫിക്കേഷൻസ് വാട്സപ്പിൻ്റെ ഫോണിൻ്റെയും കാര്യങ്ങളിലെല്ലാം നോട്ടിഫിക്കേഷൻസ് ഇതിൽ കിട്ടുന്നതാണ്. പിന്നെ സ്ട്രെസ് മോണിറ്റർ ഉണ്ട്. ബ്രീത്തിങ് എക്സസൈസിന് വേണ്ടിയിട്ടുള്ള ഒരു ഓപ്ഷനാണ് ഈ കൊടുത്തിരിക്കുന്നത്. പിന്നെ നമ്മുടെ ഇവൻറ്റ്സ് എല്ലാം സേവ് ചെയ്യാം. വെതർ, ഈ കാര്യങ്ങളൊന്നും നമ്മുടെ Mi Band 4 ഉണ്ടായിരുന്നില്ല, 5 വന്നത്. വർക്കൗട്ട് മോഡ്സ് ആണിത്. വർക്കൗട്ട് മോഡ്സിൽ തന്നെ നമുക്ക് 11ഓളം മോഡ്സുകൾ വരുന്നുണ്ട്. ഇൻഡോർ ആണെങ്കിലും ഔട്ട്ഡോർ മൊത്തത്തിൽ 11ഓളം വരുന്നുണ്ട്. അതിൽ നമുക്ക് ട്രെഡ്മില്ല്, സൈക്ലിങ്, ഔട്ട്ഡോർ റണ്ണിങ്, ഇൻഡോർ സൈക്ലിങ്, വാക്കിംഗ്,
എലിപ്റ്റിക്കൽ, അതുപോലെ തന്നെ റോ മെഷീൻ, യോഗ, ജംപ് റോപ്പ്, അതുപോലെ തന്നെ സ്വിമ്മിംഗ് പൂളിൽ, അതുപോലെ ഫ്രീ സ്റ്റൈൽ ആയിട്ടുള്ള ഒരെണ്ണം വരുന്നുണ്ട്. നമുക്ക് ബാക്കോട്ട് ഇങ്ങോട്ടാണ് സ്വൈപ്പ് ചെയ്യുന്നത്. പിന്നെ നമുക്ക് മോറിൽ വരുന്നത് ഡു നോട്ട് ഡിസ്റ്റർബ്, പിന്നെ ഒരു അലാറം, ക്യാമറ, മ്യൂസിക്, സ്റ്റോപ്പ് വാച്ച്, ടൈമർ, ഫൈൻഡ് ദ ഡിവൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ഫോൺ എവിടെയാണെന്ന് കണ്ടുപിടിക്കാൻ പറ്റും. പിന്നെ സൈലൻ്റ് ആക്കാം. വേർഡ് ക്ലോക്ക് വരുന്നുണ്ട്. പിന്നെ ബാൻഡ് ഡിസ്പ്ലേ നമുക്ക് സെറ്റ് ചെയ്യാം. പിന്നെ സെറ്റിങ്സിൽ നമുക്ക് വരുന്നത് ബ്രൈറ്റ്നസ്, ലോക്ക് സ്ക്രീൻ, അതുപോലെ തന്നെ ഓട്ടോ സ്ക്രീൻ ഓഫ്. പിന്നെ നമുക്ക് ഇതുപോലുള്ള ഷോർട്ട് കട്ട്സ് സെറ്റ് ചെയ്യാൻ പറ്റും. നമുക്ക് ഇഷ്ടമുള്ള രീതിയിലുള്ള ഷോർട്ട് കട്ട്സ് സെറ്റ് ചെയ്യാം. ഇപ്പോൾ നമുക്ക് വരുന്നത് മ്യൂസിക് പ്ലെയറാണ്. അതുപോലെ തന്നെ നമുക്ക് ഇവിടെ ഇവൻറ്റുകൾ, അതുപോലെ കലണ്ടർ, നോട്ടിഫിക്കേഷൻസ്, അങ്ങനെ പല കാര്യങ്ങളും. സോ ഇത്രയൊക്കെയാണ് നമ്മുടെ MI ബാൻഡ് 5 കുറിച്ച് നമുക്ക് അൺബോക്സിങ്ങിൽ പറയാനുള്ളത്. ബാക്കി കാര്യങ്ങളൊക്കെ നമ്മളൊരാഴ്ച യൂസ് ചെയ്തതിന് ശേഷം റിവ്യൂ ഇടുന്നതായിരിക്കും.